ഹായ് ഡേയ്സ്, അസ്സാം വലൈക്കും. നമുക്കൊരു ക്രീമി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ സമൂസ തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ 2 മീഡിയം സൈസുള്ള സവാളയും പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള ക്യാരറ്റും കൂടി ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് വേവിച്ചിട്ടുള്ള ചിക്കൻ ഇതേപോലെ ഒന്ന് ഷ്രെഡ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മസാല ഒന്ന് മാറ്റിയിട്ട് അതേ പാനിലേക്ക് തന്നെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്ത് കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാം. അതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ അടിപൊളി ക്രീമി ആയിട്ടുള്ള സമൂസ ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് സമൂസയുടെ ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി 2 സൈഡും മൈദ മാവ് പേസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് എല്ലാം ഇതുപോലെ തയ്യാറാക്കിയിട്ട് ചൂടായിട്ടുള്ള ഓയിലിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ശ്രദ്ധിക്കേണ്ട, നേരത്തെ ബജി പൊരിച്ചിട്ടുള്ള ഓയിലാണേ. അപ്പോൾ നല്ല അടിപൊളി ക്രീമി ആയിട്ടുള്ള സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്.